IPL കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിർത്തിവെച്ച IPL വീണ്ടും ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം പല ടീമുകളും ഇത്തവണ കിരീടം നേടണം എന്ന രീതിയിലൊക്കെ ആണ് പ്രകടനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനൊരു താൽക്കാലികമായിട്ടൊരു പോസ്, അതായത് ഒരു നിർത്തിവെച്ചൊരു താളം, ടീമുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു താളത്തിലൊരു കുറച്ച് ദിവസം നിർത്തിവെക്കുകയും എന്നിട്ട് ആദ്യമൊക്കെ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിയിലൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഒരാഴ്ചക്കുള്ളിൽ തുടങ്ങും എന്ന ഒരു ഇത് വന്ന് പല വിദേശ താരങ്ങളും തിരിച്ചുപോയി. അതുമാത്രമല്ല, ഈ മത്സരം മെയ് 25 അവസാനിക്കേണ്ട IPL ജൂൺ 3 വരെ നീണ്ടതോട് കൂടിയിട്ട് ചില ടീമുകളുടെയൊക്കെ, അതായത് ഇൻ്റർനാഷണൽ ഷെഡ്യൂളുമായിട്ട് ചില ക്ലാഷുകൾ വന്നിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്കക്ക് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ട്. ജൂൺ 11 അത് ഫൈനൽ കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക 26 തന്നെ താരങ്ങളോട് ടീമിനൊപ്പം ചേരാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ദക്ഷിണാഫ്രിക്ക എനിക്ക് തോന്നുന്നു കുറച്ച് നേരത്തെ തന്നെ ഇംഗ്ലണ്ടിലേക്ക് പോയി അവിടെ സിംബാബ്വേനായിട്ടൊരു വാമപ്പ് മത്സരവും കളിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ക്ലാഷ് വന്നിട്ടുണ്ട്. ഇനി ഏതൊക്കെ താരങ്ങളാണ് അവൈലബിൾ ആകുന്നത് എന്നത് കൃത്യമായിട്ട് ഓരോ ടീമുകളും ഇനിയുള്ള ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അത് മാത്രമല്ല, മത്സരങ്ങൾ വരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ഏതൊക്കെ താരങ്ങളാണ് തിരിച്ചു വന്നിട്ടുള്ളത്, എല്ലാം ആ രീതിയിലുള്ള അവൈലബിലിറ്റി പ്രശ്നങ്ങൾ. ഇപ്പോഴത്തെ ഒരു പോയിന്റ് ടേബിൾ വെച്ചിട്ട് ആർക്കാണ്, ഏത് ടീമിനാണ് കൂടുതൽ സാധ്യത എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയും? ഇപ്പം യൂസൈഫ് പറഞ്ഞാൽ തന്നെ ആ ടീമിൻ്റെ ഒഴുക്കിന് ബാധിച്ചിട്ടുണ്ട്. ആ താളത്ത് എന്തായാലും ബ്രേക്ക് ആയിട്ടുണ്ട്. തിരിച്ച് വീണ്ടും വരുമ്പോഴേക്ക് ഈ ടീമുകൾക്ക് ഈ പ്രകടനം തുടരാൻ പറ്റുമോ, അവരുടെ കോമ്പിനേഷനിലെ മാറ്റം വരുമോ, ഇതൊക്കെ നമുക്ക് ആശ്രയിച്ചിരിക്കും ഇനിയുള്ള പ്രകടനങ്ങൾ. പക്ഷേ നിലവിലെ ഫോം വെച്ച് നമുക്ക് പറയുകയാണെങ്കിൽ പിന്നെ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഏറ്റവും മികച്ച രീതിയിൽ ഈ സീസണിലുടനീളം കളിച്ചത്. പക്ഷേ മുംബൈ ഇന്ത്യൻസ് എന്ന ടീം ആദ്യം ഒന്ന് പതറിയെങ്കിലും ശക്തമായി തിരിച്ചു വരുവാണ്. അവരുടെ റെക്കോർഡുകളൊക്കെ നോക്കിയാൽ ഇങ്ങനെ തിരിച്ചു വന്ന മത്സരങ്ങളിൽ ടൂർണമെൻറ്റിലെല്ലാം കപ്പടിച്ച് പോയൊരു ടീമാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ. നമുക്കറിയാം ആ ഒരു പോരാളികൾ തന്നെ പറയേണ്ടി വരും. ആ രീതിയിൽ തന്നെയാണ് തിരിച്ചു വരുന്നത്. അപ്പം മുംബൈ മുന്നിലുണ്ട്. മറ്റേ നമ്മുടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇതുവരെ പിന്നെ കപ്പടിക്കാൻ പറ്റിയിട്ടില്ല. കോഹ്ലിക്ക് വേണ്ടിയിട്ട് കപ്പ് 18ാം സീസൺ 18ാമത്തെ ജേഴ്സി നമ്പർ തമ്മിൽ ഇതൊക്കെ പറയണം. അദ്ദേഹം ടെസ്റ്റിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ എന്ത് വന്നാലും കോഹ്ലിക്ക് വേണ്ടി ഒരു കപ്പ്, IPL കപ്പ് ഇതിലൊരു സ്വപ്നം അവർക്ക് ഒന്നുകൂടി ഒരു വീറും വാശിയും കൂടുന്നതാണ്. നേരെ അപ്പുറം വരുമ്പോൾ പഞ്ചാബ് അങ്ങനെയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്തയുടെ നിലവിലെ ചാമ്പ്യനായ ക്യാപ്റ്റൻ എന്ന് വേണം പറയാം. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ക്യാപ്റ്റനായിരുന്ന ശ്രേയസ് അയ്യർ നയിക്കുന്നത്, മികച്ച രീതിയിൽ നയിക്കുന്നുണ്ട്. അപ്പം അവർക്കും ഉണ്ട്. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു പ്രവചനാതീതമാണ് ശരിക്കും പറഞ്ഞാൽ. ആദ്യമായി കപ്പടിക്കാൻ വേണ്ടി ബംഗളൂരുവും പഞ്ചാബും നിൽക്കുന്നു. പിന്നെ ഒരു 6ാമത്തെ കപ്പിന് വേണ്ടി മുംബൈ വരുന്നു. 2ാമത്തെ കപ്പ് എടുക്കാൻ വേണ്ടി ഗുജറാത്ത് വരുന്നു. അങ്ങനെ മൊത്തത്തിൽ എല്ലാം നല്ല ടീം തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞ ഈ 4 ടീമാണ് ഇപ്പോൾ പോയിന്റ് ടേബിൾ മുന്നിൽ നിൽക്കുന്നത്. അതിന് തൊട്ട് താഴെയുള്ള ടീമുകൾക്ക് ഇപ്പോൾ പറഞ്ഞ ഡൽഹിക്കും ചാൻസ് സാധ്യതകളുണ്ട്. പിന്നെ കൊൽക്കത്തക്കും സാധ്യത ഉണ്ടെന്ന് പറയാം. ആകെ നമുക്ക് ചെന്നൈ, പിന്നെ ഹൈദരാബാദ്, രാജസ്ഥാൻ ഈ 3 ടീം മാത്രമേ പുറത്തായിട്ടുള്ളൂ. പക്ഷേ ആദ്യത്തെ 4 ടീമും അതിനനുസരിച്ച് വേണമെങ്കിൽ ഡൽഹി നമുക്ക് കൂട്ടി പറയാൻ വേണ്ടി പറ്റും. ഡൽഹി നല്ല അക്ഷർ പട്ടേലിന് കീഴിൽ ഗംഭീരമായാണ് കളിച്ചു വരുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കാം, ഒരു മാർക്ക് കൂടുതൽ കൊടുക്കണമെങ്കിൽ അതിലിപ്പം ഗുജറാത്തിനും മുംബൈക്കും കൊടുക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഗുജറാത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിലവിലെ ഈ സീസണിലെ ഫോം, അവർ ഇപ്പോൾ 11 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റ്, അതുപോലെ തന്നെ RCBക്ക് 2ാം സ്ഥാനത്തുള്ള RCBക്കും 11 മത്സരങ്ങളിൽ നിന്ന് 16 പോയിന്റ് തന്നെയാണ് ഉള്ളത്. പക്ഷേ നെറ്റ് റൺ റേറ്റിൻ്റെ ഒരു ആനുകൂല്യത്തോട് കൂടിയിട്ട് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഗുജറാത്താണ്. അപ്പോൾ ഗുജറാത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ടോപ്പ് ഓർഡർ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. സായി സുദർശൻ, അതുപോലെ തന്നെ ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ, ഈ 3 താരങ്ങൾ ആണ് അവരുടെ ടീമിന്റെ ഒരു 70 റൺസ്, അതായത് 1500-ലധികം റൺസ് ഇവർ തന്നെയാണ് നേടിയിട്ടുള്ളത് എന്നുള്ളതാണ് ടീമിന്റെ ഒരു അതെ. ആ ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബട്ട്ലർ ഇംഗ്ലണ്ടിന് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള പരമ്പരയിൽ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മെയ് 29 മത്സരം നടക്കുന്നത്. അപ്പോൾ ബട്ട്ലറുടെ നമുക്കറിയാം ഇപ്പോൾ ഈ താരങ്ങൾ IPLനാണോ ഇത് കൊടുക്കുക ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. കാരണം ഇപ്പോൾ ക്രിക്കറ്റ് ബോർഡുകളാണ് അതിൽ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ ഓരോ ക്രിക്കറ്റ് ബോർഡിന് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇതുണ്ട്. ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക പറയുന്നത് മെയ് 26 താരങ്ങൾ തിരിച്ചു വരണം, IPLൽ കളിക്കുന്ന താരങ്ങളെന്ന് ദക്ഷിണാഫ്രിക്ക ടീം പറയുന്നുണ്ട്. ഇപ്പോൾ എങ്കിഡിയാണ് ഒരു ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു താരം, അതായത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ. അപ്പോൾ അത് മാത്രമല്ല, എങ്കിഡി മാത്രമല്ല, മൊത്തം 8 താരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്കുള്ള ടീമിൽ. അതിൽ ഞാൻ എടുത്തു പറയുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ റയാൻ റെക്കിൾട്ടൺ ആ ടീമിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോർബിൻ ബോഷ്. മുംബൈ ഇന്ത്യൻസിന്റെയാണ് 2 താരങ്ങളുള്ളത്. ബാക്കിയുള്ള ടീമുകളുടെയൊക്കെ ഓരോ താരങ്ങളായിട്ട് ഈ ടീമിൽ ദക്ഷിണാഫ്രിക്ക ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു അപ്ഡേറ്റ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദക്ഷിണാഫ്രിക്ക ക്രിക്കറ്റ് ബോർഡ് പറഞ്ഞത്, അതായത്
മെയ് 25 വരെ ആയിരുന്നു IPL-ഉമായിട്ട് തങ്ങളുടെ ഒരു ധാരണ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളത് സമയം എന്ന് പറയുന്നത് തീർച്ചയായും ഇങ്ങനെ നീണ്ടുപോയത് സാഹചര്യത്തിൽ താരങ്ങൾ ദേശീയ ക്രിക്കറ്റ്, അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റിന് പ്രാധാന്യം കൊടുക്കണം, ദേശീയ ടീമിന് പ്രാധാന്യം കൊടുക്കണം എന്ന രീതിയിൽ ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്കയുടെ ഒരു ഇംഗ്ലണ്ടിൽ നമുക്ക് നേരത്തെ അറിയാം, മുൻ സീസണിലൊക്കെ നോക്കിയാലും പിന്നെ സ്വന്തം ടീമിന്റെ വേണ്ടി ഇംഗ്ലണ്ട് താരങ്ങളൊക്കെ അങ്ങനെ പോകാറുണ്ട്. ബട്ട്ലറിന്റെ കേസിൽ നമുക്കിപ്പം അത് പോകുന്ന കഴിഞ്ഞ സീസണിലൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. അവർ സ്വന്തം രാജ്യത്തിന് വേണ്ടിയുള്ള നാഷണൽ ഡ്യൂട്ടിക്കാണ് അവർ എന്തായാലും, പ്രത്യേകിച്ച് ഇപ്പൊ ഒരു IPL കൃത്യസമയത്ത് അവസാനിക്കാത്തൊരു സാഹചര്യത്തിൽ, അതായത് ഇത് മെയ് 25 തീരും എന്ന തരത്തിലാണല്ലോ ബാക്കിയുള്ള മറ്റുള്ള ടീമുകൾ ഷെഡ്യൂളുകളൊക്കെ ഇട്ട് തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് അവസാനിക്കാത്തൊരു സാഹചര്യത്തിൽ അങ്ങനെ വിദേശ താരങ്ങൾ പോകുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക നിന്നിരുന്നു. കാരണം അവരെ 3 ഇംഗ്ലീഷ് താരങ്ങൾ ഈ ടീമിൽ ഉൾപ്പെടുമോ എന്ന രീതിയിൽ. ഇപ്പോൾ അവർക്കൊരു സമാധാനം എന്ന രീതിയിൽ ബെത്തൽ മാത്രമാണ് ടീമിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ, ഫിൻസാൾട്ടും ലിവിങ്സ്റ്റണും ഇല്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു തരത്തിൽ പറയേണ്ടത് റൊമേരിയ ഷെപ്പേർഡ് വെസ്റ്റ് ഇൻഡീസ് ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഉണ്ട്. അതായത് നിലവിലെ ടീമിനെ നമുക്ക് പറയാൻ പറ്റില്ല. അതെ അതെ, ഇപ്പോഴത്തെ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ 2 ടീമുകൾ എന്ന് പറയുകയാണെങ്കിൽ അത് ഗുജറാത്തും RCB തന്നെയാണ്. അത് ടോപ്പിൽ നിൽക്കുന്ന 2 ടീമുകൾ തന്നെയാണ്. പക്ഷെ RCBയുടെ ചരിത്രം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സീസണിൽ പോലും അവസാന നിമിഷം കാലിടറുക എന്നത് ഒരു RCBയുടെ ഒരു ചരിത്രം. ദക്ഷിണാഫ്രിക്കൻ ടീമിനെ പറയാൻ വേണ്ടി പറ്റും. എത്ര നന്നായി കളിച്ചു വന്നാലും നോക്കൗട്ടിൽ ഫൈനലിൽ തമ്മിലേക്ക് കപ്പടിക്കാൻ പറ്റുന്നുണ്ട് പോകുന്നൊരു ടീം ആ രീതിയിലേക്കാണ് മാറുന്നത്. അതെ അതെ, തീർച്ചയായും. മറ്റൊരു ടീം എന്ന് പറയുന്നത് ഇപ്പോൾ RCBനെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അവർ എവേ മത്സരങ്ങളിൽ കാഴ്ചവെക്കുന്ന ഒരു മികച്ച പ്രകടനം തന്നെയാണ്. അത് ഹോം അഡ്വാൻറ്റേജ് ടീമിന് അത്ര കിട്ടിയിട്ടില്ല. പല മത്സരങ്ങളും ഹോം മത്സരങ്ങൾ പരാജയപ്പെട്ടെങ്കിൽ പോലും എവേ മത്സരങ്ങളിൽ അവർ വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്ലേ ഓഫും മറ്റുള്ള മത്സരങ്ങളൊക്കെ നോക്കൗട്ട് മത്സരങ്ങളൊക്കെ നടക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഏത് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുക എന്നൊരു ഇതുണ്ട്. അപ്പൊ അത് മാനസികാധിപത്യം കിട്ടും. മറ്റു ടീമുകൾക്ക് സ്വന്തം ഹോം ഗ്രൗണ്ടിലാണ് ഒരു ആധിപത്യമെങ്കിൽ RCBക്ക് നേരെ തിരിച്ചാണ്. മറ്റേ എതിരാളികളെ ആക്രമിക്കുമ്പോൾ ആ ശക്തി കൂടെ കിട്ടുന്ന പറയുന്ന അവസ്ഥ പോലെ നിഷ്പക്ഷ ഗ്രൗണ്ടുകളിലാണ് ഇപ്പം നന്നായിട്ട് കളിക്കുന്നത്. അപ്പം ഈ എലിമിനേറ്ററിൽ എത്തുമ്പം പ്ലേ ഓഫിൽ കളിക്കുമ്പോഴും ഇനി ഫൈനലിലേക്ക് എത്തുമ്പോഴാണെങ്കിൽ കൂടി ആ ഒരു കരുത്ത് മുംബൈ RCBക്ക് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ പടിതാറിനും കോഹ്ലിക്കും ആ ഒരു കരുത്ത് കിട്ടുമ്പം അതൊരു ചെറിയൊരു നമുക്ക് പറയാൻ ഒരു സ്റ്റേഡിയത്തിന് ആനുകൂല്യം ലഭിക്കും, അതുകൊണ്ട് പറയാം. തീർച്ചയായും. ഇപ്പൊ നിങ്ങൾ മറ്റേ മുംബൈയുടെ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ പൊതുവെ നമ്മളിപ്പോ പല ഈ പറയുന്ന വീഡിയോകളിലൊക്കെ അനാലിസിസ് കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു സാധനം, ഏറ്റവും മോശം തുടക്കം ലഭിക്കുന്ന മുംബൈ ഇന്ത്യൻസിനെ പേടിക്കണം എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ കണ്ടത്. ആദ്യം നമ്മൾ എത്ര വീഡിയോയിൽ ആദ്യം മുംബൈ ഇന്ത്യൻസിന്റെ പ്രകടനത്തിനെ വളരെ രൂക്ഷമായി വിമർശിച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതെ അതെ, മുംബൈ ടോപ്പ് ഓർഡർ തകർന്ന് ഒരു പരാജയമായി പോയത്, ബൗളിംഗ് നിര അധികം ഉയർന്നിരാത്തത്, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. സൂര്യകുമാർ യാദവ് മാത്രമായിരുന്നു ആ സമയത്ത് ഒരു ആവറേജ് പ്രകടനം അല്ല കൺസിസ്റ്റൻസി പ്രകടനം പുറത്തെടുത്തത്. പിന്നീട് രോഹിത് തിരിച്ചു വന്നു, അങ്ങനെ ബൂംറ തിരിച്ച് ടീമിലേക്ക് എത്തുന്നു, അങ്ങനെ മാറി മാറി വന്നതാണ്. അപ്പം ആ ടീമിൻ്റെ ഇത് പിന്നീട് ഒരു വിജയവഴി തിരിച്ചെത്തിയ ഒരു വരവുണ്ടല്ലോ. ആദ്യം സൂര്യകുമാർ നയിച്ച ആ മത്സരം തൊട്ടായാലും കൂടി പിന്നീട് വരുന്ന ഓരോ മത്സരത്തിൽ അവർ ശക്തി കൂടി വരികയാണ്. ഇപ്പോൾ എത്തുമ്പോഴേക്ക് ഏത് ടീമിനെയും വീഴ്ത്താൻ പറ്റുന്ന ശക്തിയിലേക്ക് മുംബൈ എത്തിയിട്ടുണ്ട്. ഈ ഒരു ടീം പിന്നെ പ്ലേ ഓഫിലേക്ക് എത്തുമ്പം അവിടെ അവർക്ക് മുംബൈയുടെ അനുഭവ സമ്പത്തും പിന്നെ ആ ടീമിൻ്റെ ഒരു ബാലൻസും അതിന് ഗുണം ചെയ്യുന്ന യാതൊരു സംശയമില്ല. ഈ പറഞ്ഞ പോലെ RCBക്കും ഈ പഞ്ചാബിനൊക്കെ കാലിടുന്നത് ഈ അനുഭവ സമ്പത്തിന് മുന്നിലായിരിക്കാം. ഈ നമ്മുടെ ബൂംറയും രോഹിത്തിനും നമ്മൾ കോഹ്ലിയെ പറഞ്ഞ രോഹിത്തും ടെസ്റ്റ് വിരമിച്ചു കഴിഞ്ഞു. ആ ഒരു ഇതും കൂടെയുണ്ട്. ഈ രോഹിത്തിനും കോഹ്ലിക്കും ഒരേപോലെയാണ് വരുന്നത്. പക്ഷേ രോഹിത്തിനെ സംബന്ധിച്ച് കപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട്. താൻ നേടിക്കൊടുത്ത കപ്പ് എൻ്റെ ടീമിലുണ്ട്. അതിന് വെച്ചൊരു കപ്പും കൂടെ എടുത്തിട്ടാണ് ഈ സീസൺ അവസാനിപ്പിക്കുക പറഞ്ഞാൽ അത് നടക്കുന്ന കേസാണ്. കാരണം ഹാർദിക് പാണ്ഡ്യ സംഘവും എന്ന് പറയുമ്പോൾ സൂര്യകുമാർ യാദവ് നയിക്കുന്ന ബാറ്റിംഗ് നിരയും പിന്നെ ബൂംറ നയിക്കുന്ന ബോളിംഗ് നിരയും അത് ഹർദിക്കിന് വേണ്ടിയിട്ട് നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് തന്നെ പോകുമ്പോൾ അതിലിപ്പം കഴിഞ്ഞ മത്സരങ്ങൾ വരുമ്പോൾ രോഹിത്തിൻ്റെ ബാറ്റിങ്ങും ഉണ്ട്. പിന്നെ നമ്മുടെ വിഘ്നേഷ് പുത്തൂർ ഇപ്പം ടീമിൽ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ കൂടി വിഘ്നേഷിലൊക്കെ നന്നായിട്ട് കളിച്ചിട്ടാണ് ഈ ടീമിനോട് എത്തിയതെന്ന് പറയാൻ വേണ്ടി വരും. അപ്പം അങ്ങനെ ശക്തമായൊരു ടീമായിട്ടാണ് ഫൈനലിലേക്ക് ഈ പ്ലേ ഓഫിലേക്ക് എത്തുന്നത്. അവിടുന്ന് മുന്നോട്ട് കയറാൻ വേണ്ടി പോയാൽ പ്ലേ ഓഫിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് പ്ലേ ഓഫിൽ നിന്ന് കഴിഞ്ഞാൽ ഫൈനലിൽ എത്തിക്കഴിഞ്ഞാൽ ആ മുംബൈ വീഴ്ത്തുവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അത് സംശയം ഉണ്ടാവില്ല. തീർച്ചയായും. ഇപ്പം നമ്മൾ വീണ്ടും പിന്നീട് ഇപ്പോൾ ഈ ടീമുകളൊന്നും അല്ലാത്തൊരു ടീം നമ്മൾ പറയുകയാണെങ്കിൽ പഞ്ചാബാണ്. ഇപ്പോൾ പഞ്ചാബിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവർ അവസാനം കളിച്ച 5 മത്സരങ്ങളിൽ ഒരു പരാജയം മാത്രമാണ് അവർക്കുള്ളത്. മാത്രമല്ല കൊൽക്കത്തക്കെതിരെയുള്ള ഒരു മത്സരമാണ് മഴ മൂലം ഉപേക്ഷിക്കപ്പെട്ടത്. അതായത് ഒരു പഞ്ചാബിന്റെ ഒരു മികച്ച തുടക്കം ഈ സീസണിൽ നമ്മൾ കണ്ടതായിരുന്നു. ഇപ്പൊ ഡൽഹിയും പഞ്ചാബും ഒക്കെ ആയിട്ടുള്ള ഒരു മികച്ച തുടക്കം കണ്ടിരുന്നു. പിന്നെ ഒരു മധ്യ സമയത്ത് കുറച്ചൊന്ന് ഇതിലേക്ക് പോയെങ്കിൽ പോലും അവർ തിരിച്ചു വരുന്നുണ്ട്. ശക്തമായൊരു തിരിച്ചുവരവ് തന്നെയാണ് പഞ്ചാബ് കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം കിരീടം നേടിയ ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ശ്രേയസ് അയ്യറിന്റെ സാധ്യതകൾ ഇങ്ങനെയൊക്കെ നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു ഒരിക്കലും ഈ പറഞ്ഞ പോലെ തന്നെ ശ്രേയസ് അയ്യർ എന്നൊരു നായകന്റെ അത്
അദ്ദേഹം ഡൽഹിയിൽ കളിക്കുമ്പോഴായാൽ കൂടി ആ ഒരു നായകശേഷി നേതൃമികവ് നന്നായിട്ടുള്ള താരമാണ്. കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ നമ്മൾ കണ്ടാണ് ശ്രേയസ് ചെയ്യുന്ന പ്രകടനം. അത് T20 ഫോർമാറ്റ് വരുമ്പോഴേക്കും ഒരു മാറ്റം വന്നിട്ടുണ്ടായില്ല. ഇടക്കൊന്ന് പതറിയെങ്കിലും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രേയസിന് കഴിയുന്നുണ്ട്. ഈ പറഞ്ഞ കൊൽക്കത്തയെ ചാമ്പ്യന്മാരായ ടീമിൻ്റെ ക്യാപ്റ്റൻ ടീം വിട്ട് വരുന്നത് അങ്ങനെ അപൂർവ സമാധാനത്തിന് വേണ്ടി പറയാൻ വേണ്ടി പറ്റും. അങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ആ ടീമും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും കൊൽക്കത്ത നന്നായിട്ട് കളിച്ചു വന്നു. രഹാനയ്ക്ക് കീഴിൽ ഒരു വലിയ നേട്ടത്തിലേക്ക് എത്താൻ പറ്റിയ പ്ലേ ഓഫിലേക്ക് എത്തുന്നതിന് സംശയം ഇപ്പോഴും സാധ്യത അവശേഷിക്കുന്നു. പക്ഷേ എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ പഞ്ചാബിനെ ഇവിടെ സേഫായി കൊണ്ടുപോകാൻ വേണ്ടി ശ്രേയസിന് കഴിയുന്നുണ്ട്. പ്ലേ ഓഫിലേക്ക് എത്തി, ഫൈനലിലേക്ക് എത്തി, കപ്പടിക്കാൻ വേണ്ടി പറ്റുന്ന വെച്ചാൽ യാതൊരു സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ല അതിശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. പഞ്ചാബ് ഒരു കപ്പ് അർഹിക്കുന്നുണ്ട് തന്നെ വേണ്ടി ഈ സീസണിൽ അർഹിക്കുന്നുണ്ട് തന്നെ വേണ്ടി പറയേണ്ടി വരും. ഈ പറഞ്ഞ പോലെ പഞ്ചാബും പിന്നെ ബംഗളൂരുവും ഫൈനൽ വരട്ടെ ഞാൻ വ്യക്തിഗത ആഗ്രഹിക്കുന്നു. കാരണം രണ്ട് ടീമിനും കപ്പടിക്കാൻ വേണ്ടിയുള്ള അവസരം. പഞ്ചാബും ബംഗളൂരും വരട്ടെ, ആര് നന്നായിട്ട് കളിക്കുന്നവരൊന്ന് കപ്പടിക്കട്ടെ, അതങ്ങനെ വേണം നമുക്ക് പറഞ്ഞു പോകാം. തീർച്ചയായും. ഇപ്പം നമ്മൾ ഇത്ര നേരം നമ്മൾ ഓരോ ടീമിനെ കുറിച്ച് അവരുടെ അനാലിസിസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഒരു പ്രകടനം ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് AI ടൂളുകളോട് ആയിട്ട് കുറച്ച് നമ്മൾ ഈ സീസണിലെ കപ്പ് ആര് നേടുമെന്ന രീതിയിലുള്ളൊരു തീർച്ചയായും. കാരണം ഇതൊരു AI കാലം തന്നെയാണ്. AI ഇതാണ് ഇൻഫർമേഷനാണ് നമുക്ക് തരുന്നത് എന്ന രീതിയിൽ നമ്മൾ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നത്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നത് ChatGPT അതുപോലെ തന്നെ DeepSeek മുംബൈക്കൊരു സാധ്യത തന്നെയാണ് കൽപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് ഗ്രോക്കിനെ പോലുള്ള AI ടൂളുകൾ ഇത് ചെയ്യുന്നത് റോയൽ ചലഞ്ചേഴ്സ് RCB ജയിക്കുന്നുള്ള രീതിയിൽ. അതായത് പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഇതൊക്കെ അവർ പറയുമ്പോഴും ജയിക്കുക എന്നുള്ളതല്ല, നിലവിലുള്ള മത്സരങ്ങളും അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഹിസ്റ്ററിയാണ്. അവർ തിരിച്ചു വന്ന് കപ്പടിച്ച പല ടൂർണമെന്റിലും അവർ എങ്ങനെയായിരുന്നു തുടക്കം പോയ രീതിയാണ്. അതാണ് അവർക്ക് വരുന്ന ഈ അതെ. പിന്നെ ചില ടൂളുകൾ ഗുജറാത്തിനൊരു സാധ്യത കൽപ്പിക്കുന്നുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. പക്ഷെ നമുക്കറിയാം ഈ പ്ലേ ഓഫിൽ നാലാം സ്ഥാനത്തോ അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്തൊക്കെ വന്ന ടീമുകൾ വരെ കപ്പടിച്ചിട്ടുള്ള ചരിത്രം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ ഇനി ടീമുകളെ ബാധിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ടീമുകൾ ഈ കപ്പ് നേടുന്നത് ഏത് ടീമാണ് എന്ന കാര്യത്തിനെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായ ഈ ഒരു മാറ്റത്തിനോട് ഏറ്റവും നന്നായി ഏത് ടീം അഡാപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് വിദേശ താരങ്ങളുടെ വരവാണെങ്കിലും മറ്റുള്ള ഇപ്പോൾ പെട്ടെന്ന് കളി നിർത്തി ഫിക്സ്ചറിൽ മാറ്റങ്ങൾ വന്നു, പ്ലാനുകൾ മാറ്റങ്ങൾ വന്നു, മത്സരങ്ങളെല്ലാം 6 വേദികളിലേക്കായിട്ട് മാറ്റുന്നൊരു സാഹചര്യം വന്നു. അപ്പോൾ ഈ ഒരു മാറ്റങ്ങളെ ഇത്തരത്തിലുള്ള ഈ മാറ്റങ്ങളെ പെട്ടെന്ന് വന്നിട്ടുള്ള മാറ്റങ്ങളെ ഏത് ടീമാണ് ഏറ്റവും നന്നായി അഡാപ്റ്റ് ചെയ്യുന്നത്? അത് RCB ആണെങ്കിൽ RCBക്ക് കപ്പടിക്കാം, ഗുജറാത്ത് ആണെങ്കിൽ ഗുജറാത്തിന് കപ്പടിക്കാം, മുംബൈ ആണെങ്കിൽ മുംബൈക്ക് കപ്പടിക്കാം, അല്ലെങ്കിൽ പഞ്ചാബ് ആണെങ്കിൽ കപ്പടിക്കാം. അപ്രതീക്ഷിതമായിട്ട് ഡൽഹിയോ അല്ലെങ്കിൽ മറ്റു ടീമോ കയറി വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ചിലപ്പോൾ ഏറ്റവും മോശം പ്രകടനം നടത്തുന്ന ഒരു ടീമിനെ പെട്ടെന്ന് നല്ല പ്രകടനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രകടനം നടത്തുന്ന ഒരു ടീമിനെ താഴെ മോശാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം വരും. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു സാധ്യതകളും ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ടീമും തുല്യ ശക്തികൾ തന്നെയാണ്. ഒന്നല്ലെങ്കിൽ വേറൊരു പോസിറ്റീവ് ഘടകം ഓരോ ടീമിനും ഉണ്ട്, അതോടൊപ്പം തന്നെ നെഗറ്റീവ് ഘടകങ്ങളും ഉണ്ട് ഓരോ ടീമിനും. എന്തായാലും ആര് കപ്പ് നേടുമെന്ന് നമുക്ക് കൃത്യമായി അറിയുന്നതിനായിട്ട് ജൂൺ 3 വരെ കാത്തിരിക്കാം.